വോട്ടിന് നോട്ട് ആരോപണത്തിൽ കുടുങ്ങി പാലക്കാട് BJP കാൻഡിഡേറ്റ് ശോഭ സുരേന്ദ്രൻ. ശോഭ സുരേന്ദ്രൻ്റെ ഒരു വീഡിയോ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ ചെയ്തു. അത് ആ ന്യൂസ് അപ്പം ബ്രേക്കിംഗ് ആയി വന്ന സമയത്ത് എല്ലാവരിലേക്കും വളരെ സിമ്പിളായിട്ട് ആ കാര്യങ്ങൾ എത്തിക്കാനും എന്താ നടന്നതെന്നുള്ളത് നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ഇൻ ഡീറ്റെയിൽ നോക്കിയ സമയത്ത് ഇപ്പം നമ്മൾ എല്ലാ സൈഡും നോക്കണം ഒരു വിഷയം മുന്നിൽ വന്നു കഴിഞ്ഞാൽ. ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിലെവിടെയെങ്കിലും ഒരു ഫാബ്രിക്കേഷൻ നടന്നിട്ടുണ്ടോ ആ വീഡിയോ ഉണ്ടാക്കിയതിൽ? ഓക്കെ, നമ്മൾ ആ കണ്ട വീഡിയോയിൽ എവിടെയെങ്കിലും ഒരു ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സ്ക്രിപ്റ്റിംഗ് നടന്നിട്ടുണ്ടോ? കാരണം ശോഭ സുരേന്ദ്രൻ പത്രമാധ്യമങ്ങളെ കണ്ട സമയത്ത് ഇത് അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് UDFകാർ ചെയ്തു എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് സംസാരിച്ചു പോകുന്നത്. അവർ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ അട്ടർ ബ്ലണ്ടറായിട്ടും നുണയായിട്ടുമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതൊക്കെ പൊളിക്കാൻ മീഡിയ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതല്ല, ഈ വീഡിയോനകത്ത് എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ വീഡിയോ എടുത്ത ആളുകളോട്. ഓക്കെ, ആ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കണക്റ്റ് ആയാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എൻ്റെ സംശയങ്ങൾ ശരിയാണോ അല്ലേ എന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ബോക്സിലുണ്ട്. ശോഭ സുരേന്ദ്രൻ പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്: പണം കൊടുത്തയാളെ അറിയില്ല, ദൃശ്യങ്ങളിലുള്ള സ്ത്രീയെ കാറിൽ കയറ്റിയിട്ടില്ല, ആ സ്ത്രീയെ ഇറക്കിയത് കോൺഗ്രസ്സുകാർ തന്നെ. ശോഭ സുരേന്ദ്രൻ ആ സ്ത്രീ കാറിലുണ്ടായിരുന്നു, അത് ഉറപ്പാണ്. ആ സ്ത്രീയെ ശോഭ സുരേന്ദ്രൻ അറിയാം, അതും ഉറപ്പാണ്. പക്ഷേ ശോഭ സുരേന്ദ്രന് സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് തന്നെ പിന്നിൽ നിന്ന് ഒരു കുത്ത് കിട്ടിയോ എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആ സംശയത്തിലേക്കാണ് നമ്മൾ ആദ്യം പോയി നോക്കുന്നത്. ബൈ ദ വേ, ഈ പെർട്ടിക്കുലർ ലേഡി ഈ പൈസ കൊടുത്ത് തിരിച്ച് കാറിലേക്ക് നടന്നു വരുന്ന ഈ ലേഡിയുടെ പേര് സിമി സജീവ് നായർ എന്നാണ്. ഓക്കെ, ഇവർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. ഇവർ ഈ മുല്ലപ്പൂവൊക്കെ ചൂടി വെള്ള കളർ എന്താ പറയുക ഡ്രസ്സൊക്കെ ഇട്ട് അവർ കാറിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നു. ആദ്യം ആ ലേഡിയുടെ അടുത്തേക്ക് പോയിട്ട് അവർക്ക് കാശ് കൊടുക്കുന്നു. പിന്നെ ഒരു ക്ലിപ്പിനകത്ത് ഈ അമ്മയുടെ കയ്യിൽ കാശിരിക്കുമ്പോൾ അവർ തിരിച്ച് നടന്നു പോകുന്നു. ഇങ്ങനെ 3 ക്ലിപ്പിനകത്ത് നമുക്ക് ഇവരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ ക്ലിപ്പുകളിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ഇവിടെയാണ് എനിക്ക് പേഴ്സണലി സംശയം തോന്നിയ കുറച്ച് എലമെൻറ്റ്സ് ഉള്ളത്. ആദ്യം ഈ ലേഡി, ഈ വെള്ള ചുരിദാറിട്ട ലേഡി ഈ അമ്മയ്ക്ക് കാശ് കൊടുത്തു എന്ന് കാണിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പോർഷനിലേക്ക് പോവാം നമുക്ക്. ഈ ഒരു ക്ലിപ്പ് പൈസ കൊടുത്തു എന്നാണ് പറയുന്നത്. പൈസ കയ്യിൽ എന്തോ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് സൂം ചെയ്തിട്ടില്ല, സൂം ആയിട്ടില്ല. വീഡിയോ എടുക്കാൻ പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഓക്കെ, ഒരു സ്റ്റിങ് ഓപ്പറേഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ എന്തെങ്കിലും ഒരു ഉടായ്പ ഒരാളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ എല്ലാ ഫോണിലും കുറച്ച് സൂമിങ് ഓപ്ഷൻസ് ഉണ്ട്. ഇത് സൂം ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സൂം ആയിട്ടുണ്ടെങ്കിൽ തന്നെ കാറിൻ്റെ അകത്തുനിന്ന് ഗ്ലാസ് ത്രൂ എടുത്തതാണോ അതോ പുറത്തിറങ്ങി എടുത്തതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ ശബ്ദം കേൾക്കുന്നുണ്ട്, കൊടുത്തു ഒരു ലേഡീൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. ദാറ്റ് ഷോസ് ആ കാറിനകത്തൊരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കാറിനകത്തുനിന്ന് തന്നെ അവിടെ സൈഡാക്കി എടുത്തതായിരിക്കാം. ഒന്നില്ലെങ്കിൽ ഇത്ര സൂം ആ ഫോണിൽ കാണുമായിരിക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അവർ സൂം ചെയ്യാതെ എടുത്തു. സൂം ചെയ്യാതെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സംശയമാണ്. കാരണം സൂം ചെയ്തെടുക്കുമ്പോഴല്ലേ നമുക്കൊന്നുകൂടി ക്ലാരിറ്റി കിട്ടും. സൂം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, സൂം ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ ഫോറൻസിക്കിന് വിട്ടുകൊടുക്കേണ്ട ഐറ്റംസ്. ഇതൊക്കെ അങ്ങനെ പോകണം. ഞാൻ പറയുമ്പോൾ ഫോണൊക്കെ ചെക്ക് ചെയ്ത് വീഡിയോ എങ്ങനെ എടുത്തതെന്നൊക്കെ ചെക്ക് ചെയ്ത് പോകണം. എന്താണെങ്കിലും നമ്മൾ രാവിലെ മുതൽ കണ്ട വീഡിയോ ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ഇതൊരു സ്റ്റിച്ച്ഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ കണ്ടത്. അതായത് ഒരൊറ്റ ഷോട്ടിൽ പോകുന്ന വീഡിയോ അല്ല. എല്ലാ മീഡിയാസിലും വന്നത് സ്റ്റിച്ച്ഡ് വീഡിയോസാണ്. ആദ്യം ഇതേപോലെ ഞാൻ ഈ സൈഡിൽ വെച്ച 2 വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ലേഡി ആ ഓൾഡ് ലേഡിയുടെ അടുത്ത് പോയിട്ട് പൈസ കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു വിഷ്വൽ. അത് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അടുത്തൊരു വിഷ്വൽ നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെ അറിയോ? ഞാനിവിടെ സൈഡിലത് പ്ലേ ചെയ്യാം. ഈ അമ്മയുടെ കയ്യിൽ കുറച്ച് കാശ് കൊടുത്തിട്ട് ഇങ്ങനെ നടന്നു പോവാണ് ഇവർ. ഓക്കെ, ഈ കാശ് കൊടുത്ത് നടന്നു പോകുന്നത് ഞാനിവിടെ സ്ലോ മോഷനിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിനകത്ത് ഒരു ആണും ഉണ്ട്, ഒരു പെണ്ണും ഉണ്ട്. ഓക്കെ,
ആ പെണ്ണിൻ്റെ മുഖം അത്ര ക്ലിയർ അല്ല, ആണിൻ്റെ മുഖം വളരെ ക്ലിയർ ആണ്. ആണിൻ്റെ മുഖം ഞാനിവിടെ വെക്കുന്നുണ്ട്, ആ ആണിൻ്റെ ഫോട്ടോ ഞാനിവിടെ വെക്കുന്നുണ്ട്, ആ വ്യക്തിയുടെ. പെണ്ണിൻ്റെ മുഖം എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, മുല്ലപ്പൂ തലയിലുണ്ട്, വെള്ള കളർ ചുരിദാറാണ് അവരിട്ടിട്ടുള്ളത്. ഫൈൻ. ഇതേ വെള്ള കളർ ഡ്രസ്സ് തന്നെയാണ് ആദ്യം ആ അമ്മയുടെ കയ്യിൽ പൈസ കൊടുത്ത ആ ലേഡിയും ഇട്ടിട്ടുള്ളത്. ആ ലേഡിയുടെ തലയിലും മുല്ലപ്പൂ ഉണ്ടായിരുന്നു. ആ ലേഡി പിന്നീട് തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ ആ മുല്ലപ്പൂവും വളരെ വ്യക്തമാണ്, വെള്ള കളർ ചുരിദാറും വളരെ വ്യക്തമാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ സംശയത്തിൽ ഈ ലേഡി, ഈ പൈസ കൊടുത്ത ഈ അമ്മയ്ക്ക് ആദ്യം ഇവർ കുറച്ച് വൈഡിൽ നിന്ന് എടുത്ത വീഡിയോയിൽ കാണുന്ന വെള്ള കളർ ഡ്രസ്സിട്ട ലേഡി തന്നെയാണ് ഈ അമ്മയുടെ കയ്യിൽ രണ്ടാമത് ഇവർ ഈ പൈസ കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് പോയി വീഡിയോ എടുത്ത സമയത്തും ഒപ്പം കൂടെയുള്ളത്. അപ്പോൾ ആ വീഡിയോ എടുത്തത് ആരാണ്? ചോദ്യമല്ലേ. ഈ കാറിനകത്ത് വന്നവരപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി ഈ അമ്മയുടെ കയ്യിൽ ഇവർ കൊടുത്ത പൈസ കാണിക്കാൻ എടുത്ത വീഡിയോ ആണെങ്കിൽ, നമ്മൾ ആദ്യം കണ്ട വീഡിയോനകത്ത് ആ ലേഡി ആ അമ്മയ്ക്ക് പൈസ കൊടുത്ത് ഓടുകയാണ് പെട്ടെന്ന്, അവിടുന്ന് തിരിഞ്ഞ് ഓടുകയാണ് അവർ പെട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ലേഡിയെ കൂട്ടി രണ്ടാമത് അവർ തിരിച്ചു പോയിട്ട് എടുത്ത വീഡിയോ ആണോ? വൈ? ബിക്കോസ് ഞാൻ ഈ ഫോട്ടോ ഇവിടെ സൈഡിൽ വെച്ചിട്ടുള്ള ആ വ്യക്തിയെയാണ് ശോഭാ സുരേന്ദ്രൻ ഇന്ന് പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വിനേഷ് എന്ന് പേരുള്ള വ്യക്തി. കോൺഗ്രസ്സുകാരനാണ്. വിനായക് കേസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഈ വിനേഷ് കണ്ണാടി ഞാനുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ വെക്കുന്നുണ്ട്. ഈ വിനേഷ് കണ്ണാടി അല്ലെങ്കിൽ ഈ വിനേഷ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെയല്ലേ ആ ലേഡിയുടെ കൂടെ ഈ അമ്മയുടെ കയ്യിലെ പൈസ കാണിക്കുന്ന ആ വീഡിയോയിലുള്ളത്? എനിക്ക് അയാൾ തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, എനിക്ക് അയാൾ തന്നെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് പൈസ കൊടുത്ത് ആദ്യം തിരിഞ്ഞോടിയ വെള്ള കളർ ചുരിദാറിട്ട ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ പോയി കയറിയ ലേഡി രണ്ടാമത് ഇവരെ കൂടെ തിരിച്ചു വന്ന് ഈ അമ്മയുടെ കയ്യിൽ പൈസ ഇരിക്കുന്നത് കാണിച്ചു കൊടുത്തോ? അല്ലെങ്കിൽ ഇവർ വന്നത് ആ ലേഡിയെ വിളിച്ചു കൊടുക്കുന്നത് ആ പൈസ നിങ്ങളല്ലേ കൊടുത്തതെന്ന് ചോദിച്ചോ? അങ്ങനെയാണെങ്കിൽ ആ ക്ലിപ്പ് ഫുള്ളായിട്ടുണ്ടോ? ഫുള്ളായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ക്ലിപ്പ് ഫുള്ളായിട്ട് അവർ വെച്ചില്ല? ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആദ്യം ഈ അമ്മയ്ക്ക് ഈ വെള്ള ഡ്രസ്സിട്ട ലേഡി കൊണ്ടുപോയി പൈസ കൊടുക്കുന്നു. അടുത്തൊരു ക്ലിപ്പ് നമ്മൾ കാണുന്നത് ഈ വിനേഷും ആ മുല്ലപ്പൂ ചൂടിയ വെള്ള ചുരിദാറിട്ട ലേഡിയും കൂടിയും അമ്മയുടെ കയ്യിൽ പൈസ കാണിച്ച് തിരിച്ച് നടന്നു പോകുന്നതിൻ്റെ ഒരു ഹാഫല്ല, ഒരു ക്വാർട്ടർ ക്ലിപ്പും. അത് കഴിഞ്ഞതിന് ശേഷം ഈ ലേഡി നടന്ന് ശോഭാ സുരേന്ദ്രൻ്റെ കാറിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു വൈഡ് ആംഗിൾ ക്ലിപ്പും. അതിന് ശേഷമാണ് പിന്നെ ഇവർ കാറെടുത്ത് ശോഭാ സുരേന്ദ്രൻ്റെ കാറിനോട് സമീപത്ത് ചെന്ന് ശോഭ ചേച്ചി നിങ്ങൾ കാശ് കൊടുക്കുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുന്ന ഫുൾ ക്ലിപ്പ് തുടങ്ങുന്നതും ശോഭാ സുരേന്ദ്രൻ ചാടി കാറിന്ന് പുറത്തിറങ്ങുന്നതും. അപ്പം എൻ്റെ ചോദ്യം, ഈ വീഡിയോ എടുത്ത വിനേഷ് അല്ല വീഡിയോ എടുത്ത, വിനേഷിൻ്റെ ബാക്കിലിരുന്ന പയ്യനാണ് വീഡിയോ എടുത്തത്. വീഡിയോ എടുക്കുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന വിനേഷിന് കൂടെ ഉണ്ടായിരുന്ന ലേഡിയും ഈ വീഡിയോ എടുത്ത പയ്യനും. ഈ വീഡിയോ എടുത്ത പയ്യൻ കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ടുണ്ടോ? ഈ പയ്യൻ തന്നെയാണോ ആ വീട്ടിൽ ചെന്ന സമയത്തും ആ അമ്മയുടെ കയ്യിലുള്ള നോട്ട് വീഡിയോ എടുത്തത് എന്നുള്ള കുറേ ചോദ്യങ്ങൾ ഇതിനകത്ത് എനിക്ക് തിരിച്ച് ഈ വീഡിയോ എടുത്ത ആൾക്കാരോട് ചോദിക്കാൻ തോന്നുകയാണ്. ദർ ഈസ് സംതിങ് ഫിഷി വാട്ട് ഐ ഫീൽ ഇൻ ദിസ് വീഡിയോ. ബിക്കോസ് ഇതൊന്നും ഫുള്ളല്ല. നേരത്തെ പറഞ്ഞ പോലെ കട്ട് പിന്നെ കണ്ടിന്യൂ. ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ കണ്ടിന്യൂ വീഡിയോ ആണ്. അപ്പം കട്ട് വീഡിയോ എങ്ങനെ വന്നു? ഓക്കെ, അപ്പം നിങ്ങൾക്ക് പറയാം ഒരാളെ ഒളിച്ചിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റൂടാ എന്ന് ചോദിക്കാം. ഓക്കെ, ആ വീട്ടിൻ്റെ പുറത്തും അതിൻ്റെ സൈഡിൽ നിന്നിട്ട് ഇവർ പൈസ കൊണ്ടുപോയി കൊടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഫുൾ എടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ കാണാതെയൊക്കെ ഇങ്ങനെ മറിഞ്ഞ് നിന്നെടുക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ അമ്മയുടെ അടുത്ത് പോയിട്ട് പൈസ കയ്യിൽ ഇങ്ങനെ കാണിക്കുന്ന വീഡിയോ അത് ഫുള്ളായിട്ട് എടുത്തൂടെ? ആ ലേഡി പൈസ കൊടുത്തു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ശോഭാ സുരേന്ദ്രൻ്റെ കൂടെയുള്ള ലേഡിയും കൂടി നിങ്ങളൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അവിടെ ഇട്ട് പൊളിച്ചൂടെ? അതിൻ്റെ ഫുള്ള് ക്ലിപ്പ് ഉണ്ടോ? അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ എങ്ങനെ വിനേഷ് എത്തി? വീഡിയോ എടുത്ത സമയത്ത് അപ്പോൾ ആ ലേഡി അവിടെ ഉണ്ടായിരുന്നോ? ആ നമ്മൾ കാണുന്ന ഫസ്റ്റ് ഫ്രെയിമിൽ ഓടിപ്പോയ ലേഡി പിന്നെ തിരിച്ചു വന്നോ? അതിന് ശേഷമാണോ അവർ ശോഭാ സുരേന്ദ്രൻ്റെ കാറിലേക്ക് ഓടിയേ? ഇവിടെയാണ് എൻ്റെ സംശയം. ശോഭാ സുരേന്ദ്രന് സ്വന്തം പാർട്ടിയിൽ നിന്ന് പിന്നിൽ യൂദാസ് പരിപാടി കിട്ടിയോ എന്നുള്ളൊരു സംശയം എനിക്ക് ഇവിടെയാണുള്ളത്. ഓക്കെ, ഇതെൻ്റെ ഡൗട്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു വെക്കുകയാണ്. ഫൈൻ. ഇനി നമ്മൾ നോക്കേണ്ടത് ശോഭാ സുരേന്ദ്രൻ ഇന്ന് പത്രമാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞ കുറച്ചധികം കാര്യങ്ങൾ അവർക്കൊന്നിലും ഒരു ക്ലാരിറ്റി ഇല്ല. അവരെ സത്യത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ പിടിക്കപ്പെട്ടു. ഓക്കെ, അവരെ ചതിച്ചതാണെങ്കിൽ
അപ്പോഴും അവർക്ക് ഇതേ അവസ്ഥയായിരിക്കും. കാരണം അവർ വെളുപ്പിക്കാൻ നോക്കും. അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നുണ്ടെങ്കിലും അവർ വെളുപ്പിക്കാൻ നോക്കും. അവരെ അറിഞ്ഞിട്ടേ ഇല്ല, അവർക്ക് ഇതിനൊരു പിടുത്തേ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ബോൾഡായിട്ട് നിൽക്കും. ഓക്കെ. പക്ഷെ ഇവിടെ ഞാൻ ശോഭാ സുരേന്ദ്രൻ എന്ന് കണ്ട ബോഡി ലാംഗ്വേജും ദ വേ ഓഫ് ടോക്കിങ്ങും അവർ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ വെച്ചിട്ട് പറഞ്ഞിട്ട് പോയ പോലെ ഉണ്ട്. അതായത് ഒരു ക്ലാരിറ്റി ഇല്ല, എന്തൊക്കെയോ വെച്ച് കവറപ്പ് ചെയ്യാൻ നോക്കുന്നു. അവിടെയാണ് എൻ്റെ ഡൗട്ട്. ശോഭാ സുരേന്ദ്രൻ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല ബാക്കിൽ നിന്നൊരു കുത്ത് കിട്ടിയത് എന്നൊരു ഫീൽ എനിക്ക് തോന്നി. അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അറിയാം പണിപാളി, ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നായിരിക്കണം. ഫൈൻ, നമുക്ക് ആദ്യം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലൂടെ പോയേക്കാം. വളരെ വേദനയോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ്. നിങ്ങൾ കേരളം മുഴുവൻ മാധ്യമ പ്രവർത്തകര് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയുന്നതിന് മുൻപ് ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ പണം കൊടുക്കുന്ന ഒരാളാക്കി എന്നെ വേട്ടയാടാൻ നിങ്ങൾ പരിശ്രമിച്ചതിന്റെ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന് ഈ വുമൺ കാർഡ് ഇറക്കേണ്ട കാര്യമുണ്ടോ? ശോഭാ സുരേന്ദ്രൻ കാര്യങ്ങൾ കൃത്യമായി സംസാരിച്ച് പോയാൽ പോരെ? പല സാഹചര്യങ്ങളിലായിട്ട് ഈ ഒരു പത്രമാധ്യമങ്ങളെ കണ്ട് നിങ്ങൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് അറിഞ്ഞുകൊണ്ട് വാണ്ടഡ്ലി നിങ്ങൾ ഈ വുമൺ കാർഡ് ഇറക്കി കളിച്ചിട്ടുണ്ട്. ചീപ്പ് ഷോ ആണത്. ചീപ്പ് ഷോ, തേർഡ് റേറ്റ് ഷോ. മനസ്സിലായോ? അതൊരിക്കലും എന്തല്ല ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനോ പ്രവർത്തകയ്ക്കോ പറ്റിയ കാര്യമല്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. അല്ലാതെ ഈ വുമൺ കാർഡ് ഇട്ട് കളിക്കുന്നത് നിങ്ങൾ എന്തോ മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ സുഖമാണ്. ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരു സ്ത്രീയെ പറയാൻ പാടൂ, ഒരു പെണ്ണിനെ പറയാൻ പാടൂ, ഒരു പെണ്ണിനെ നേരെ ചൂണ്ടാൻ പാടൂ, പെണ്ണിനെ നേരെ കാണിക്കാൻ പാടൂ, ഇനി ഒന്നുമില്ലെങ്കിലും കാണിച്ചു എന്നും പറയാൻ പറ്റും. ആ ലൈനിൽ പോകുമ്പോഴാണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഇവിടെ പൊട്ടിപ്പോയത്. 1 മണിക്കൂറിലധികം സമയം ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ, നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കണം, ആ ഓട്ടോ സ്റ്റാൻഡ് മുതൽ 1 മണിക്കൂറിലേറെ സമയം ഈ കാറ് എന്നെ ഫോളോ ചെയ്യുകയാണ്. ആ കാറിനകത്ത് 2 ചെറുപ്പക്കാർ ബാക്കിൽ ഇരിക്കുകയാണ്. ഒരു സ്ത്രീ മുഖം മറച്ച് ഒരു സ്ത്രീ ഫ്രണ്ടിൽ ആ കാറിൽ ഇരിക്കുകയാണ്. ഒരാൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്റ്റോപ്പിലും ഓരോ വീടിന്റെ മുന്നിലും ഞാൻ ഇറങ്ങുമ്പോൾ ആ കാറ് എന്റെ പിറകിൽ നിൽക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഈ കാറ് ഫോളോ ചെയ്യുന്നുണ്ട്, ഈ വ്യക്തികൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, അവരത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. വൈ? ബിക്കോസ് കാറിൻ്റെ ഫ്രണ്ടിൽ ഒരു ലേഡി ഉണ്ട് മുഖം മറച്ചിട്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇവരെ സൈഡിൽ നിന്ന്, ശോഭാ സുരേന്ദ്രൻ്റെ സൈഡിൽ നിന്ന്, ശോഭാ സുരേന്ദ്രൻ്റെ ഡ്രൈവർ ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ സമയത്ത് വീഡിയോ എടുത്ത ആ ഒരു പെർട്ടിക്കുലർ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ അതിനകത്ത് ഈ ഇന്നോവയുടെ ഫ്രണ്ടിലിരിക്കുന്ന ലേഡീനെ കാണിക്കുന്നുണ്ട്. അവരുടെ മുഖം മറച്ചിട്ടില്ല. മുഖം മറച്ചിരിക്കുന്ന ലേഡിയാണ്, മുഖം മറയ്ക്കേണ്ട ഒരു തരത്തിലുള്ള ലേഡിയാണെന്നുണ്ടെങ്കിൽ കാർ ഓടുമ്പോൾ മുഖം മറച്ചിട്ടുണ്ടെങ്കിൽ അവരാ പ്രശ്നം ഉണ്ടാകുമ്പോൾ മുഖം മറയ്ക്കും. അപ്പോൾ മുഖം മറച്ച ഏതോ കൊള്ള സംഘം നിങ്ങളെ പിന്തുടർന്നു, നിങ്ങളുടെ പിന്നിൽ വന്നു. എനിക്കെന്തോ അത് അത്ര നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. നിങ്ങളിത് ഒരു സ്ക്രിപ്റ്റ് പോലെ ഏതോ സിനിമാ കഥ പോലെ പറഞ്ഞിട്ട് പോകുന്നൊരു സെറ്റപ്പ്. അങ്ങനെ നിങ്ങൾ പത്രമാധ്യമങ്ങളുടെ കണ്ണിൽ, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്ന പോലെയാണ് എനിക്കിത് ഈ ഒരു നറേഷൻ, ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ട് തോന്നുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നി, ഓട്ടോ സ്റ്റാൻഡ് മുതൽ മണിക്കൂറുകളോളം നിങ്ങളെ പിന്നിൽ ഒരു ഗൂഢസംഘം നടക്കുന്നു എന്നുള്ളത് നിങ്ങളെ സഹപ്രവർത്തകരെ അറിയിക്കില്ലേ? നിങ്ങളൊരു കാൻഡിഡേറ്റ് അല്ലേ? നിങ്ങളപ്പോൾ ഇലക്ഷൻ്റെ ഫ്ലൈയിങ് സ്ക്വാഡിനെ അറിയിക്കണ്ടേ? പോലീസിനെ അറിയിക്കണ്ടേ? പോലീസുകാരെ കേട്ട് നല്ല ബന്ധമുള്ള ഒരാളാണല്ലോ നിങ്ങൾ അത് വിളിച്ച് ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങൾ അതൊന്നും ചെയ്തില്ല. നിങ്ങൾ ഇവർ വരാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ പിന്നിൽ പിന്തുടരാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്നോ? ആ സ്ക്രിപ്റ്റ് പാളി ശോഭിച്ച്. അടുത്ത് നോക്കാം. എൻ്റെ ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ആ കാറ് ശോഭാ സുരേന്ദ്രനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസം? ആ കാറിന്റെ ഫോട്ടോ ഞാൻ പുറത്തിറങ്ങി, ആ കാറിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, നമ്പർ എൻ്റെ കയ്യിലുണ്ട്. രണ്ടാമതായിട്ട്, ഇന്നലെ തന്നെ പാലക്കാടിലെ ജില്ലാ കളക്ടറുമായി ഞാനിപ്പോൾ സംസാരിച്ചു. പാലക്കാടിന്റെ ജില്ലാ കളക്ടറുമായി ഞാൻ ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ചു. അപ്പൊ ജില്ലാ കളക്ടർ എന്നോട് പറഞ്ഞത്, ഇന്നലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പൈസ വോട്ടർമാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള പരാതി കളക്ടറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം പരാതി തയ്യാറാക്കി, അത് കളക്ടർക്ക് കൊടുത്തു, ഫ്ലൈയിങ് സ്ക്വാഡിനെ റെഡിയാക്കി, പിന്നെ ഒരു കഥ തയ്യാറാക്കി. ഇതെല്ലാം ചെയ്തതിനു ശേഷമാണ് ആ കാറിലെ ചെറുപ്പക്കാർ
കാറിന്റെ മുൻസീറ്റിൽ ഇരുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പസമയം വൈകിയത്. ഒരു മാധ്യമം ഞാൻ വരുന്നതിന് മുൻപ് തന്നെ നടയടി തുടങ്ങി. ശോഭാ സുരേന്ദ്രന് പാലക്കാട് ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടയടി നടത്തിക്കൊണ്ടാണ് എന്നെ സ്വീകരിച്ചത്. അതേ മാധ്യമം തന്നെയാണ് ഇന്ന് മീഡിയ ഗ്രൂപ്പിൽ പോസ്റ്റ് ആദ്യം ഇടുന്നത്. അപ്പോ ഒരാൾ കഥയുണ്ടാക്കുന്നു, തിരക്കഥ വേറൊരാൾ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നു, അതൊരു മീഡിയ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഒരല്പമെങ്കിലും ഒരു മര്യാദ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്. ഒരു ചെറിയ എന്റെ ഭാഗം കേൾക്കാൻ, എന്താണ് ആ റോഡിൽ ഉണ്ടായത്, എന്താണ് സംഭവിച്ചത് എന്ന് പോലും എന്റെ ഭാഗം കേൾക്കാതെ ഇന്ന് കേരളത്തിൽ ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം അങ്ങേയറ്റം എന്നെ വ്യക്തിപരമായി അപമാനിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ വാർത്ത കൊടുത്തത്. ഇതിൽ ശോഭാ സുരേന്ദ്രൻ മീഡിയന്റെ തലയിൽ കയറിയിട്ട് കാര്യമില്ല. മീഡിയക്കാർക്ക് ഇപ്പോൾ ഒരു റിപ്പോർട്ടർക്ക് അയാളുടെ ഹോൾഡ് വെച്ച് ഒരു ക്ലിപ്പ് ചിലപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യമേ സംഘടിപ്പിച്ച് അവർക്കത് എയർ ചെയ്യാം. മീഡിയ കോൺസ്പിരസിയേക്കാൾ കൂടുതൽ നിങ്ങളെ പാർട്ടിക്കകത്തുനിന്ന് നിങ്ങളുടെ കൂടെ നിഴൽ പോലെ നടന്ന വ്യക്തിയെ അവർ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കെതിരെ തിരിച്ച് അതിലൊരു പണി വെച്ചോ, ഒരു ചതി, യൂദാസ് ചതി നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളതിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും വേണം. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ മീഡിയക്കാരെ ചൊറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ കോൺസ്പിരസി ആയി പോയിട്ടോ നോ യൂസ്. പിന്നെ ജില്ലാ കലക്ടർക്ക് ഇതുപോലൊരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള നിങ്ങളുടെ വാദം, ജില്ലാ കലക്ടർ തന്നെ പറയുന്നുണ്ട് ഒരുപാട് അനോണിമസ് ആയിട്ടുള്ള ഇതുപോലത്തെ ഇൻഫർമേഷൻസ് വരാറുണ്ട് എന്നും, നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ളൊരു ഇൻഫർമേഷൻ ജില്ലാ കലക്ടർക്കല്ല കിട്ടിയതെന്നും ആറോക്കാണ് കിട്ടിയതെന്നും എന്നുള്ളത് അവരിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് പാലക്കാട് എൻ.ഡി.എ സ്ഥാനാർത്ഥി. പരാതികൾ ഇപ്പം ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്നലെ രാത്രി നമുക്ക് ഒരു സ്പെസിഫിക് ഹോട്ടലിൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അപ്പൊ വെളുപ്പിന് തന്നെ നമ്മൾ പോയി അവിടെ സെർച്ച് ചെയ്തു. പക്ഷെ സെർച്ച് ചെയ്തെങ്കിലും നമുക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അപ്പൊ പരാതികളുടെ പുറത്ത് നമ്മൾ ഒബ്വിയസ്ലി നമ്മളൊരു അപ്പോൾ തന്നെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കും. അതിപ്പം ഏത് സ്ഥാനാർത്ഥിയാണെന്നോ ഏതോ പൊളിറ്റിക്കൽ പാർട്ടിയാണെന്നോ നോക്കാറില്ല. ആ എൻറ്റയർ ഇലക്ഷൻ പ്രോസസ്സിനെ സാബോട്ടാജ് ചെയ്യരുതെന്ന് മാത്രമേ നമ്മൾ അവിടെ ശ്രദ്ധിക്കാറുള്ളൂ. ഇന്നലെ ലഭിച്ച പരാതി ഇതാണ്, ഈ പണം വിതരണം ഉണ്ട്, അത് ശ്രദ്ധിക്കണം, പിടിക്കണം. നേരിട്ട് എനിക്ക് പരാതി ലഭിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് അറിഞ്ഞത് ആറുവിന്റെ അടുത്തൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ അപ്പോൾ തന്നെ പോലീസിന്റെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. കേട്ടല്ലോ, ഇതാണ് കലക്ടർ പറഞ്ഞത്. കലക്ടർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ, കിറ്റ് കൊടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, വോട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനോണിമസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവർക്ക് വരാറുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, കലക്ടർ പറഞ്ഞു ഇതേപോലൊരു കേസ് നിങ്ങൾക്കെതിരെ ഒരു സാധനം വന്നിട്ടുണ്ട്. കലക്ടർ ഇത് ഡിനൈ ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും സ്ക്രിപ്റ്റ് തപ്പുന്നത് വേറൊരു UDF കാരുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ UDF നിന്ന് വന്ന കുത്ത് എന്നാണ്. UDF നിന്ന കുത്ത് തന്നെ ആയിരിക്കാം. പക്ഷെ ആ കുത്തിന് കൂട്ടുനിന്നത് നിങ്ങളെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകളാണ് എന്നുള്ളതാണ് എൻ്റെ സംശയം. ഓക്കെ, വരും ദിവസങ്ങളിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ മേ ബി അത് അങ്ങനെ തന്നെ വരാനേ ചാൻസും ഞാൻ കാണുന്നുള്ളൂ. ഒപ്പം നിന്നവർ കുത്തി ശോഭിച്ചേ. ഇന്നലെ രാത്രിയിൽ ചന്ദ്രനഗർ വീടിന്റെ മുന്നിൽ നീ എന്താണ് വന്നത് എന്ന് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എന്തിനാണ് ഞാൻ താമസിക്കുന്ന വീടിന്റെ മുന്നിലേക്ക് രാത്രി 11:30 മണിക്ക് ആ ചെറുപ്പക്കാരൻ വന്നത്? ആരായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്നത്? അയാളുടെ പേര് ഞാൻ ഇപ്പോ കളക്ട് ചെയ്യായിരുന്നു. കാറിലുള്ള വിനേഷ് സർഗ എന്നാണ് ഇവന്റെ പേര്. കാറിലുണ്ടായിരുന്ന വ്യക്തിയുടെ പേര് വിനേഷ് സർഗ. പോലീസ് 420 കേസ് ഇട്ടിട്ടുള്ള ഒരാളാണ്. ഈ 100 കണക്കിന് ആളുകളെ ഒരു കോപ്പറേറ്റീവ് സഹകരണ സംഘത്തിലൂടെ പറ്റിച്ച ഒരാളാണ്. നിങ്ങൾക്ക് ഞാൻ അതിന്റെ FIRന്റെ കോപ്പി എല്ലാം തരാം. നിരവധിയായിട്ടുള്ള കേസുകളിൽ പ്രതിയായ ക്രിമിനൽ സംഘങ്ങളെ കൂടെ കൂട്ടി നടക്കുന്ന, നാട്ടിൽ പകൽ വെളിച്ചത്തിൽ മുങ്ങി നടക്കുന്ന ഒരാൾ ഒരു കാറിൽ 2 ഗുണ്ടകളെയും കയറ്റി സ്വന്തം അമ്മയ്ക്ക് തുല്യമായിട്ട് കാണുകയും ചിരിക്കുകയും മിണ്ടുകയും ചെയ്യേണ്ട ഒരു സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ ആംഗ്യം കാണിച്ചതുകൊണ്ടാണ് ഈ നിൽക്കുന്ന പ്രമിള ചേച്ചിയെ മാധ്യമപ്രവർത്തകർക്ക് കാലം എത്രയായിട്ട് അറിയാം. എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ഒരു ദേഷ്യത്തിന്റെ ഭാഷയിൽ ചേച്ചി സംസാരിക്കുന്നത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ മോശമായ രീതിയിൽ
ബിഹേവ് ചെയ്തതുകൊണ്ടാണ് ആ കാറിനരികിലേക്ക് ഞാൻ കടന്നു ചെന്നത്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, വൃത്തികെട്ട രീതിയിൽ, മോശമായ രീതിയിൽ, വളരെ ഒരു സ്ത്രീയും കണ്ടാൽ വേദനിക്കുന്ന രീതിയിൽ, അതേത് തല കെട്ടിയ കൊമ്പനാണെങ്കിലും, നിങ്ങൾക്കുമുണ്ടല്ലോ അമ്മമാർ, നിങ്ങൾക്കുമുണ്ടല്ലോ സഹോദരിമാർ, ശോഭാ സുരേന്ദ്രൻ ഡോറ് തുറന്ന് പുറത്ത് ചെന്നിരിക്കും, ഒരു തർക്കവും വേണ്ട. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഈ വിനേഷിനെയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വിനേഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറഞ്ഞു, എൻ്റെ സംശയങ്ങൾ ഞാൻ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ പറയുന്നു വിനേഷ് ഇവരുടെ വീടിൻ്റെ അടുത്ത് രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു ചെറുപ്പക്കാരൻ. വിനേഷിനെ തന്നെ ആവണം പറയുന്നത്, വീഡിയോ എടുത്ത ചെക്കനെ ആയിരിക്കണമെന്നില്ല. ഈ വീഡിയോ എടുത്ത ചെക്കനാണെങ്കിലും വിനേഷ് ആണെന്നുണ്ടെങ്കിലും പോലീസിന് ഇത് അന്വേഷിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഒരു സ്ഥാനാർത്ഥിയുടെ, ഒരു കാൻഡിഡേറ്റിൻ്റെ വീടിൻ്റെ അടുത്ത് രാത്രി ഇതേപോലെ ഇവരെ സ്പോട്ട് ചെയ്തു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശോഭാ സുരേന്ദ്രൻ അവിടെ CCTV ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തെളിവായിട്ട് വെക്കാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ വിനേഷിൻ്റെയും ഈ ഒപ്പമുള്ള പയ്യന്മാരുടെയും ടവർ ലൊക്കേഷൻ CDRും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന സമയത്ത് ഇവർ കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞ് ഇവരുടെ വീടിനടുത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളത് മേ ബി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആ വഴിക്ക് പോയ വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്താലൊക്കെ കിട്ടാവുന്നതാണ്. പോലീസ് ഇൻവെസ്റ്റിഗേഷനകത്ത് അത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതൊരു കോൺസ്പിറസിയാണ്, ഒരു ഗൂഢാലോചനയാണ്. അത് ആ രീതിക്ക് തന്നെ പോലീസുകാർ ഇടപെട്ട് തെളിയിക്കേണ്ട വിഷയമാണ്. ഇനി ഈ വിനേഷിനെ ഇത്രത്തോളം സംശയിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഒപ്പമുണ്ടായ സ്ത്രീയെ നിങ്ങൾ സംശയിക്കാത്തതിൽ എനിക്കൊരുപാട് എന്താ പറയുക, നിങ്ങൾ പറ്റിക്കപ്പെട്ട് എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്കുണ്ടാകുന്നത്. കാരണം ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ്, അതിനകത്ത് അതാണ് ഉള്ളത് എന്നാണ് എനിക്കതങ്ങനെ എന്താ പറയുക, കൺവിൻസിങ് അല്ല. ഓക്കെ, ഇത് ഞാൻ BJPക്കാരോടും പറയുന്നു. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് പേഴ്സണലി അറിയൊന്നുമില്ല, ബട്ട് വീഡിയോ കാണുമെന്നും അറിയാൻ പാടില്ല. ബട്ട് സ്റ്റിൽ വാട്ട് ഐ ഫീൽ മോർ ഓഫ് ലൈക്ക്, ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ എവിടെയോ ഇതിൻ്റെ തുടക്കത്തിലൊരു കൈൻഡ് ഓഫ് ഇവരുടെ ഒരു കൂട്ടുകൃഷി നടന്നു എന്നൊരു സംശയം എനിക്ക് ഇതിനകത്തുണ്ട്. മനസ്സിലായോ? പൈസ കൊടുത്തിട്ടുണ്ട്, പക്ഷേ പൈസ കൊടുക്കുന്ന ഒരു ഐറ്റം അതിലെങ്ങനെടാ ആ ഫ്രെയിമിനകത്ത് ഈ വിനേഷ് വന്നു, ഈ ലേഡി ഒപ്പം വന്നു എന്നുള്ളത്, അതിന് വിനേഷ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നെങ്കിൽ അതൊന്നുകൂടി ക്ലിയർ ആയിരുന്നു. അല്ലാത്ത പക്ഷം സംതിങ് ഫിഷി. പക്ഷേ ഇവർ ഈ പറഞ്ഞ ചെക്കൻ കാണിച്ചു, ആംഗ്യം കാണിച്ചു, അഗൈൻ വുമൺ കാർഡാണ്, മനസ്സിലായോ? സ്ത്രീയായ എന്നോട് കാണിക്കാൻ പാടില്ലാത്തത് കാണിച്ചു. അതൊക്കെ എന്താ പറയുക, സ്ക്രിപ്റ്റ്, അതൊക്കെ കയ്യിൽ നിന്നിട്ടത്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത്, അന്വേഷിക്കേണ്ടത് നിങ്ങളെ കൂട്ടന്ന് കുത്ത് കിട്ടുക എന്നുള്ളതാണ്. അത് നിങ്ങളിപ്പോഴും ചെയ്തിട്ടില്ല. ആ വ്യക്തിയുടെ മുഖമുണ്ടോ? എവിടെ ആ വിഷ്വൽ? എവിടെ എന്താണ് കാണിച്ചത്? നിങ്ങൾ കാണിച്ച വിഷ്വൽ? അമ്മ ആദ്യം പറഞ്ഞു പണം തന്നിരുന്നു, ഒരു മാസത്തെ മരുന്നിന് ആവശ്യമായ 5000 രൂപ അമ്മ പറഞ്ഞു. ആര് കൊടുത്തു എന്ന് പറഞ്ഞത്? വന്ന സ്ത്രീ ആരാണ്? അത് കോൺഗ്രസിന്റെ വിനേഷ് സർഗ വിട്ട ആളാണോ? ആരാണ് വിട്ടത്? എന്താ മാധ്യമ BJPയുടെ കാറിന്റെ തൊട്ട് പിറകിലാണ് വിനേഷ് സർഗയുടെ കാർ യാത്ര ചെയ്യുന്നത്. ഈ സ്ത്രീ ആരാണ്? കൂടെ ഇല്ലല്ലോ. ഞാനും പ്രമിള ആ സ്ത്രീ എന്തുകൊണ്ടാണ് കാറിൽ കാണുന്ന ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവര് വന്നത്? ഇല്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ കോൺഗ്രസ് പച്ച നോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഒരു സ്ഥാനാർത്ഥിയാവാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളാണ്, ഒരു പൊളിറ്റീഷ്യനാണ് എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിൽ പച്ച നോണ വിളിച്ച് പറയണം മീഡിയന് മുന്നിൽ. രണ്ട് കാര്യങ്ങൾ. ഒന്നില്ലെങ്കിൽ ഇവരിത് സ്ഥിരമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. ഈ ലേഡി ത്രൂ ഇവർ കാശ് കൊടുത്തിട്ടുണ്ട് പലർക്കും, സാരീൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുത്തു കാണും. ഓക്കെ, അപ്പം ആ പിടിക്കപ്പെട്ടപ്പോൾ ആ ലേഡി പുറത്ത് വന്നാലോ, അല്ലെങ്കിൽ ആ ലേഡി അറിയുമെന്ന് പറഞ്ഞാലോ, ഇനിയും ചിലപ്പോൾ എന്തെങ്കിലും പുറത്ത് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ ആ ലേഡി അറിയില്ല. ഓക്കെ, ക്ലിപ്പിൽ എവിടെയും കാറിൽ കയറുന്നതില്ലല്ലോ, ആ പെണ്ണ് കാറിൽ ഉള്ളതായിട്ട് അറിയില്ലല്ലോ, എനിക്കങ്ങനെ പെണ്ണുണ്ടോ എന്ന് അറിയില്ലല്ലോ, നിഴൽ മാത്രമാണ്, അല്ലെങ്കിൽ UDF ഇറക്കിയതാന്നുള്ള രീതിക്ക് ശോഭാ സുരേന്ദ്രൻ അത് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. കാരണം ഇതിനു മുമ്പും അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതേപോലെയുള്ള പൈസ കൊടുക്കലുകൾ ഈ ലേഡി ത്രൂവിൽ നടത്തി കാണും. അപ്പോൾ പേടിച്ചിട്ടുണ്ടാവും പിടിക്കുമോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇത് ഈ ഒരു പെർട്ടിക്കുലർ ലേഡി ശോഭാ സുരേന്ദ്രൻ സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ BJPയുടെ ഈ സ്ഥിരം മറ്റേ സാരിക്കകത്ത് പൈസ വെച്ച് കൊടുക്കുന്ന പരിപാടി ചെയ്യുന്നൊരു വ്യക്തിയാണ്.
അവരിത് UDF നൈസായി ചോർത്തി ഇട്ട് കൊടുത്ത് ശോഭാ സുരേന്ദ്രൻ ഇട്ട് വെച്ച്. മനസ്സിലായോ? ഇതിൽ രണ്ടിലേതോ ഒന്നായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ശോഭാ സുരേന്ദ്രൻ ഈ ലേഡി അറിയില്ല എന്ന് പറയുമ്പോൾ അതിവിടെ പൊക്കാൻ വളരെ സുഖമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ കൂട്ടത്തിലുള്ള ഒരുപാട് ക്ലിപ്പുകളുണ്ട്, ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ഫോട്ടോസ് ഉണ്ട്. അപ്പൊ അതൊക്കെ മീഡിയ കുത്തിപ്പൊക്കി കൊണ്ടുവരും. ഒരു വയോധികയ്ക്ക് ഒരു വെള്ള ചുരിദാറിട്ട സ്ത്രീ പണം നൽകുന്നത് നമുക്ക് കാണാമായിരുന്നു. ആ സ്ത്രീ ആരാണ് എന്നുള്ളതായിരുന്നു ഈ നിമിഷം വരെയുള്ള ചോദ്യം. ആ ചോദ്യത്തിലുള്ള ഉത്തരം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇത് ശിവരാജ് സിംഗ് ചൗഹാൻ, BJPയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ പാലക്കാടേക്ക് വന്നപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിന് വേണ്ടി വന്ന സമയത്ത് ആ പുറകിൽ നിൽക്കുന്ന യുവതിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരാണ് ഇന്ന് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ട ആ വീഡിയോയിൽ വെള്ള ചുരിദാർ ധരിച്ച സ്ത്രീ എന്ന് വ്യക്തമാണ്. പണം നൽകിയെന്ന ആരോപണം നേരിടുന്ന സിമി സജീവ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടു കോൺഗ്രസ്. പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭയ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് പുറത്തുവിട്ടത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എത്തിയപ്പോഴാണ് സിമി പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നത്. സമാധാനമായല്ലോ ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്. ആ ലേഡി നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ് എന്നും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എന്നും കാറിനകത്ത് അങ്ങനെ ഒരു ലേഡി ഉണ്ട് എന്നുള്ളതും പച്ച വെളിച്ചത്തിൽ ക്യാമറയിൽ പതിഞ്ഞ കാര്യമാണ്. ഇനി ആ ലേഡി നിങ്ങൾക്കിട്ട് യൂദാസ് പണി ചെയ്തോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക. പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നിയ സംശയങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. ഓക്കെ, കാരണം ആ ലേഡിയെ അത്ര ക്ലിയറായിട്ട് ഇവർ ഈ അമ്മയുടെ കയ്യിൽ പൈസ കാണിക്കുന്ന വീഡിയോനകത്ത് എങ്ങനെ കിട്ടി? അല്ലെങ്കിൽ ആ ക്ലിപ്പ് എങ്ങനെ ബ്രേക്ക് ചെയ്ത് പോയി? തിരിഞ്ഞ് നടക്കുമ്പോൾ ആ ലേഡി ഒന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ അവർക്ക് അപ്പം തന്നെ ചോദ്യം ചെയ്തുകൂടെ? മനസ്സിലായോ? ഇത് മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ കാറിനകത്തിരുന്ന് പറയുന്നുണ്ട് എന്ത്, ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന എൻ്റെ ഫ്രണ്ടാണ്, ആ ഫ്രണ്ടിൻ്റെ വല്യമ്മയാണ്. അവിടുന്നേ നുണ പറഞ്ഞു. മനസ്സിലായോ? അവിടുന്നേ നുണ പറഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ. ഒന്നില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നുണയാണ്, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ചിലപ്പോൾ ഈ ലേഡി പറഞ്ഞിട്ടുണ്ടോ എൻ്റെ വല്യമ്മേനെ വിടാന്ന് പറഞ്ഞ് കയറ്റിയിട്ടുണ്ടാവും. അതിനുള്ള വഴിയേ ഞാൻ കാണുന്നുള്ളൂ. എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, കാറിനകത്ത് ആ ലേഡി ഉണ്ട്, അതിൻ്റെ ക്ലിപ്പാണ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. കാറിനകത്ത് ലേഡി കൺഫേം ആണ്. ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് കണ്ടത് ആ ലേഡീൻ്റെ കാറിനകത്തുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ആ ലേഡി ഇല്ല, അത് ഡെലൂലു ആണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഡെലൂലു അല്ല, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ലേഡിയാണ്. ഇതിന് മുമ്പ് നിങ്ങൾക്ക് അവരെ പരിചയമുണ്ട്. അവർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന BJPയുടെ PR ബെൽറ്റിലുള്ള അംഗമാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് ഇപ്രാവശ്യം ഒരുപാട് PR ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ കാൻഡിഡേറ്റിൻ്റെ കൂടെയും ഓരോന്ന് പോയി കയറിയിട്ടുണ്ട്. അത് അത്യാവശ്യം ഇവിടെ ഇൻഫ്ലുവൻസർ ബെൽറ്റിലൊക്കെ മഹാരാഷ്ട്രയിൽ നിന്ന് വിളി വന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആരെങ്കിലും പുറത്തു വിടുകയാണെങ്കിൽ വിട്ടോ. ഇനി അതെടുത്ത് വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ ഇനിയിപ്പോൾ കഴിഞ്ഞല്ലോ, നാളത്തോടു കൂടി ഇലക്ഷൻ വോട്ടിംഗ് ആയല്ലോ, ഞാൻ പറയുന്നില്ല. ഓക്കെ, പിന്നെ ഈ പയ്യൻ ആംഗ്യം കാണിച്ചപ്പോൾ ഇറങ്ങി എന്ന് പറഞ്ഞതൊക്കെ ഒരുമാതിരി ചീപ്പ് സ്ക്രിപ്റ്റ്. നിങ്ങൾ ആ സ്ക്രിപ്റ്റിലല്ല ശോഭാ സുരേന്ദ്രൻ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കാരും നിങ്ങൾക്ക് പണി പിന്നിന്ന് കിട്ടിയോ എന്നുള്ളതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് കഴിഞ്ഞ് ശോഭാ സുരേന്ദ്രൻ്റെ വക വേറൊരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ഒരാളുടെ മുഖം മൂടി വലിച്ചു കീറാൻ എറണാകുളത്ത് നിന്ന് പോലും 16ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോക്സോ കേസ്, അതിന് പണം കൊടുത്ത ശ്രീമാൻ ഷാഫി പറമ്പലിനെ വരെ ഞാൻ ഇതിന്റെ മുന്നിൽ വലിച്ചു കീറിത്തരാം. ഒന്ന്. രണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ മാന്യനുണ്ടല്ലോ UDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ കഥ കിട്ടിയിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് എനിക്ക് ആ പതിവില്ല. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കെതിരെ എന്ത് സംഭവിച്ചാലും ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും, വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും. ഒരാൾ എറണാകുളത്ത് നിന്ന് എന്നെ കാണാൻ വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകരും അറിഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എലക്ഷൻ കഴിഞ്ഞാൽ, ഈ 10-ാം തീയതി കഴിഞ്ഞാലാണ് ഒറിജിനൽ ആയിട്ടുള്ള കളി കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അപ്പോ ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ മുന്നിൽ അവർക്ക് താങ്ങും തണലുമായി ഞാൻ ഉണ്ടാകും. ഞാൻ പരാജയപ്പെടണം എന്ന് കരുതിക്കൊണ്ട് ഒരാൾ ഈ നാടകത്തെ, ആസൂത്രിതമായ നാടകത്തെ കേരളത്തിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകൻ പരിശ്രമിച്ചു എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റം ദുഃഖവും. എങ്ങനെ മാധ്യമപ്രവർത്തകൻ്റെ തലയ്ക്കാണ്. ഓക്കെ, ഇനി മാധ്യമപ്രവർത്തകൻ്റെ പങ്ക് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അന്വേഷിക്കുക, അതൊന്നുമല്ല വിഷയം. നിങ്ങളുടെ മുന്നിലേക്ക് വന്നു എന്ന് പറഞ്ഞ് കൊച്ചിയിൽ നിന്ന് വന്ന ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇലക്ഷൻ്റെ മുമ്പല്ലേ പറയണ്ടേ? അങ്ങനെയല്ലേ? ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളൊരു തന്തയില്ലായ്മ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വിളിച്ച് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് ഉണ്ടാവണം. അതുള്ളൊരു ലേഡി ആയിട്ടാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ ഇപ്പം നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നം വന്നപ്പോൾ ആഹാ നിങ്ങൾ ഇന്നതാക്കുമല്ലോ എന്നേ ഞങ്ങളതൊക്കെ വിളിച്ച് പറയും. ഇതല്ല വേണ്ടേ. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ദ സോ കോൾഡ് അയൺ ലേഡി ഓഫ് BJP എന്ന് നിങ്ങൾ സ്വയം പറയുന്ന നിങ്ങൾ, അങ്ങനെ ഒരു ഐറ്റം നിങ്ങളുടെ കയ്യിലുണ്ട്. ഷാഫി സെറ്റിലാക്കി, മറ്റവൻ അങ്ങ് കയറി PKS ആക്കി,
പി കേസ് പിന്നെ ചങ്ങായിൻ്റെ ഞാൻ ഇതിന് മുന്നേ അവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് 13 കേസ് ഉണ്ട്, അതിലൊരു പി കേസാണെന്നുള്ളത്. അത് ഷാഫി പറമ്പിൽ സെറ്റിലാക്കി എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അവർ നിങ്ങളെ വന്ന് കോണ്ടാക്ട് ചെയ്തു. രമേഷ് പിഷാരടിയുടെ കേസ്. അപ്പം ഈ ടൈമല്ലേ അത് എടുത്ത് പുറത്തിടണ്ടേ? ഇപ്പോഴല്ലേ നിങ്ങൾ പൊതുജനങ്ങളോട് പറയേണ്ടത്? കാരണം ഇമാതിരി തെമ്മാടികളാണ് എന്ന് നിങ്ങൾക്ക് കൺഫേം ആണ്, നിങ്ങളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ട്, നിങ്ങൾ അപ്പോഴാണ് പറയേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഇട്ട് കൊട്ടി കിട്ടുമ്പോൾ ശരിയാക്കി തരടാ, ഞാൻ എല്ലാവർക്കും ഇട്ടും വെച്ചരടാ. അതെന്ത് പരിപാടി? നമ്മളെന്താ പൊട്ടന്മാരാ? എന്നിട്ട് ലാസ്റ്റ് ഇലക്ഷൻ കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? തോറ്റോ ജയിച്ചോ ലാസ്റ്റ് അച്ഛനും മക്കളെയും പോലെ നിങ്ങളാണ് ഒന്നാവുന്നത്. അതിൻ്റെ മക്കൾ നമ്മൾ പുറത്തു പോകും നാട്ടുകാർ. അതെല്ലാം ഇപ്പോൾ നടക്കാൻ പോണത്, വേറൊന്നും നടക്കില്ല. ഓക്കെ. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനോടും BJP-ക്കാരോടുമാണ് പറയാനുള്ളത്, ഒപ്പം നിന്ന് ഉണ്ടായിരുന്ന ഈ മഹാരാഷ്ട്രൻ ആ ഒരു ലേഡി ഉണ്ടല്ലോ സിമി, അവർ നിങ്ങൾക്കിട്ട് പണിഞ്ഞോ എന്നുള്ളത് നിങ്ങളൊന്ന് കൃത്യമായി അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ ദൃശ്യത്തിൻ്റെ ബാക്കിലുള്ള, അതായത് ആ ഒരു പെർട്ടിക്കുലർ ആ അമ്മയുടെ അടുത്ത് അങ്ങനെ ഒരു പൈസ കൊടുത്തു പോകുന്നതിൽ എങ്ങനെയാണ് ഈ സിമി വന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും, അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളെ കഴിച്ചിലാക്കും. സമയമില്ല കേട്ടോ, മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കഴിയാനായി ടൈം. നാളെ ആകുമ്പോഴത്തേക്ക് വോട്ടിംഗ് പുലർച്ചെ തുടങ്ങും, രാവിലെ ആകുമ്പോഴത്തേക്ക്. അപ്പം ഇപ്പം നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് പൊതുജനങ്ങളോട് പറഞ്ഞാൽ ശോഭേജിക്ക് ചിലപ്പോൾ കഴിച്ചിലായി പോകാം. അല്ലെങ്കിൽ ഈ ഒരൊറ്റ കാരണം മതി. അല്ലെങ്കിലും ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രമേഷ് പിഷാരടി കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അവിടെ സോളിഡായിട്ട് നിൽക്കുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. എന്തെങ്കിലുമൊക്കെ വോട്ടിൽ കുറവ് വന്നാലും അതൊക്കെ ഈ പ്രശ്നം കൊണ്ട് വരാമല്ലോ. ശ്രമിച്ചു നോക്ക് നിങ്ങൾ. സിമീനോടൊന്ന് കാര്യങ്ങളും ഡീറ്റെയിൽ ആയി ചോദിച്ചു നോക്ക്.